കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്ക് റെസിപ്പിയുമായാണ്. 1 കിലോഗ്രാം തൂക്കം വരുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയം വരെ ഞാൻ ഇതിനകത്തേക്ക് സ്പൂണോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നന്നായി മെൽറ്റായി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ ഞാൻ അടുത്ത അടുപ്പിൽ 1/2 കപ്പ് അളവിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും സ്പൂൺ മാറ്റിക്കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ മുഴുവനായി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം പത മുഴുവനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആവി പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ വെള്ളം മുഴുവനായി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് പഞ്ചസാര പെട്ടെന്ന് കട്ടയായി മാറുന്നതാണ്. അപ്പോൾ ചൂട് തട്ടുമ്പോൾ അത് മെൽറ്റായി വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നന്നായി ഉണങ്ങിയ ഒരു ബൗളിനകത്തേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ അല്പം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നീട് ഇതിലേക്ക് 1/8 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡറും 1/8 ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു പൊടിച്ചതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇവ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 2 ഏലക്കായും 3 ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ റമ്മിലാണ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ റമ്മിൽ നമ്മൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോഴാണ് ആ പ്ലം കേക്കിന് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രുചി കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ഈ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് ഞാനിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈവനായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 100 ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത ശേഷം ഞാനിവിടെ ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാനിവിടെ അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗറാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 3 മുട്ടയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ മുട്ട ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ മുട്ട നേരിട്ട് ബട്ടറിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പിരിഞ്ഞ അവസ്ഥ ഒഴിവാക്കുന്നതിന് നമുക്ക് പറ്റും. അപ്പോൾ ബാക്കിയുള്ള 2 മുട്ടയും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ മൈദയും ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എടുക്കുന്ന പാത്രത്തിനകത്ത് തീരെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ 3 മുട്ടയും ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ആ സൈഡിലുള്ള ബട്ടറെല്ലാം ഒന്ന് സ്പാറ്റിൽ യൂസ് ചെയ്ത് ഇതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചൂട് ആറിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ച് മെർമലേഡ് അല്ലെങ്കിൽ ഓറഞ്ച് ജാം ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഓറഞ്ച് ജാം ചേർക്കുന്നത് നമ്മുടെ ആ പ്ലം കേക്കിന് നല്ല ഒരു മോയ്സ്ചർ ടെക്സ്ചർ കിട്ടാൻ നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് ഓറഞ്ച് സിസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെയായി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ബീറ്റർ ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഒരു സ്പാറ്റില യൂസ് ചെയ്ത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ തന്നെ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിനകത്തേക്ക് ഈ ബാറ്റർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ബട്ടർ ഞാൻ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ ബാറ്റർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും ഈവൺ ആവുന്ന വിധത്തിൽ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കുറച്ച് റേസിൻസും ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഒന്ന് മൈദ കുറച്ച് ഇട്ട് അതൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓവന് പകരം നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തതിനകത്തേക്കാണ് ഞാൻ ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 170 ഡിഗ്രി സെൽഷ്യസിൽ കൃത്യം 1 മണിക്കൂർ സമയമാണ് എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതിനകത്തേക്ക് ഒരു ടൂത്ത് പിക്ക് ചേർത്തതിന് ശേഷം ഇത് ക്ലീനായി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് കേക്കിൻ്റെ ചൂടെല്ലാം നന്നായി തണിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് മുകളിലായിട്ട് കുറച്ച് റം ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിലാണോ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഇതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് നന്നായി തണിഞ്ഞിട്ടുള്ള ചൂടെല്ലാം നന്നായി തണിഞ്ഞ കേക്കിന് മുകളിലായിരിക്കണം നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ റമ്മെല്ലാം ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ഫോയിലിൽ പൊതിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് കൂടുകയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കേക്ക് നമ്മൾ എടുക്കുമ്പോഴാണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിന്ന് അതിനൊന്നും വെക്കുന്നില്ല, ഇന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ആ ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനലിൽ ഒരുപാട് പ്ലം കേക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും എല്ലാം റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾ അതുകൂടി കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.